ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇൻട്രോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇന്നത്തെ എൻ്റെ ഒരു കോണ്ടന്റ് എന്താണെന്നുള്ളത്. ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ്, ഷോർട്ട് ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് നെയ്യ് സേവിക്കാനായിട്ട് വന്നതാണ് 5th മന്തിൽ. അപ്പോൾ രാവിലെ എണീറ്റ് ചെറിയ വാമപ്സ് ഒക്കെ ചെയ്തു ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നപ്പോഴേക്കും അമ്മയ്ക്ക് എന്നൊരു 1 ഡേ ട്രിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ അതിനായിട്ട് പോവാണ്. എന്നിട്ട് ഞാൻ വേഗം ഫ്രഷ് ആവാനായിട്ട് വന്നു കേട്ടോ. നമുക്ക് അമ്പലത്തിൽ ഒരു 6:45 ഒക്കെ ആകുമ്പോഴേക്കും എത്തണം. ഇന്നെൻ്റെ 5th ഡേ ആണ് കേട്ടോ, നെയ്യ് സേവിക്കുന്നതിൻ്റെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. അങ്ങനെ ഞാൻ റെഡിയായി. ഇപ്പോൾ എപ്പോൾ റെഡിയായാലും ബേബി ബമ്പൊക്കെ ഒന്ന് നോക്കുമല്ലോ. അങ്ങനെ ഓൾ സെറ്റായി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. വീട്ടിൽ നിന്ന് ഒരു 2 minutes ഉള്ളൂ കേട്ടോ. നമ്മുടെ വീടിൻ്റെ മുമ്പിൽ തന്നെയാണ് അമ്പലം. അമ്പലത്തിലെത്തി നെയ്യ് സേവിച്ചു. നെയ്യ് സേവിച്ചതിന് ശേഷം 7 പ്രദക്ഷിണം വെക്കണം, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അന്ന് പക്ഷേ എനിക്ക് ഭയങ്കര ടയേർഡ് ഫീൽ ആയിരുന്നു കേട്ടോ. 5th ഡേ ആയിരുന്നു, ലാസ്റ്റ് ഡേ ആയിരുന്നു എൻ്റെ നെയ്യ് സേവിക്കുന്നതിൻ്റെ. പക്ഷേ ഭയങ്കര ഒരു ടയേർഡ് ഫീൽ ആയിരുന്നു. അപ്പം കുറച്ച് പ്രദക്ഷിണം വെച്ചപ്പോഴേക്കും എനിക്കിങ്ങനെ തലയൊക്കെ കറങ്ങണ പോലെ. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു. അപ്പം എൻ്റെ വെയ്യായി കണ്ടപ്പോൾ എനിക്ക് തിരുമേനി തിളപ്പിച്ച് പാല് തന്നതാണ് കേട്ടോ. അങ്ങനെ നാമൊക്കെ ചൊല്ലി പ്രസാദമൊക്കെ വാങ്ങി അമ്പലത്തിൽ നിന്ന് പോന്നു. പിന്നെ നെയ്യ് സേവിച്ചതിൻ്റെ ബാക്കി എനിക്ക് തിരുമേനി തന്നു വിട്ടിരുന്നു കേട്ടോ. ബാക്കി വീട്ടിൽ സേവിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്. സാധാരണ ഞാൻ പിന്നെ അമ്പലത്തിൽ നിന്ന് വന്ന ഉടനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടോ പതിവ്. നല്ല വിശപ്പുണ്ടാവാറുണ്ട്. പക്ഷെ അന്ന് എനിക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. ഫുൾ ഒരു ടയേർഡ് ഫീൽ ആയിരുന്നു. എന്തെങ്കിലും ഒരു ഫ്രഷ് ആയിട്ട് കഴിക്കാൻ തോന്നിയുകൊണ്ട് മാംഗോ ജ്യൂസ് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അത് കഴിച്ചു. പിന്നെ എനിക്ക് 9:30 ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. സോ ക്ലാസ്സിന് ജോയിൻ ചെയ്തു. ക്ലാസ് എടുത്ത് തുടങ്ങിയപ്പോൾ ചെറിയൊരു എനർജിയൊക്കെ വന്നു കേട്ടോ. പിന്നെ 1 more ക്ലാസ് 10:30 ഉണ്ടായിരുന്നു. അങ്ങനെ അതും കൂടി കഴിഞ്ഞിട്ട് എന്തായാലും ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്നുള്ള പ്ലാനിലായിരുന്നു കേട്ടോ ഞാൻ. അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നല്ല രീതിയിൽ വിഷണു. സോ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ലി, ചട്നി, പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കേട്ടോ എടുത്തത്. ഇഡ്ലിയൊക്കെ അമ്മ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് രാവിലെ പോയതാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് കൂടിയാണ്. അങ്ങനെ മെഡിസിനൊക്കെ കഴിച്ച് ഞാൻ നന്നായി റെസ്റ്റ് ചെയ്യാൻ എന്നെ തീരുമാനിച്ചു. നല്ലൊരു ഉറക്കം ഉറങ്ങി. പിന്നെ ഞാനൊരു 2:30 കേട്ടോ എണീക്കുന്നത്. അപ്പോഴാണ് ലഞ്ച് കഴിക്കുന്നത്. ലഞ്ചിന് എൻ്റെ ഫേവറേറ്റ് മാമ്പഴ പുളിശ്ശേരി, പിന്നെ ഉണക്കമാങ്ങ അച്ചാർ ആൻഡ് ഉപ്പിലിട്ട നെല്ലിക്ക ആൻഡ് ഡീപ്പ് റോസ്റ്റ് ചെയ്തിട്ടുള്ള വെണ്ടക്കായുടെ ഒരു ഉപ്പേരി കേട്ടോ. ഇതെല്ലാം എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നല്ലൊരു ലഞ്ച് കഴിച്ചു. അതിനുശേഷം ഇതെൻ്റെ മെഡിസിൻ നോക്കൂ. എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് ഫീൽ ചെയ്യുന്നതാണ് കേട്ടോ അതിൻ്റെ ഔട്ടർ കവർ. പക്ഷേ എനിക്ക് ഉള്ളിലത്തെ മെഡിസിൻ അത്ര വലിയ ഇഷ്ടമില്ല അതിൻ്റെ സ്മെല്ല്. പക്ഷേ കഴിച്ചല്ലേ പറ്റൂ. പിന്നെ എനിക്ക് തുണി മെഷീനിൽ ഇടണമായിരുന്നു. അങ്ങനെ വാഷ് ചെയ്യാനൊക്കെ ഇട്ട ശേഷം ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും നമ്മുടെ ദേവുട്ടൻ എത്തി കേട്ടോ. ദേവുട്ടൻ എൻ്റെ നൈബറാണ്. അങ്ങനെ ഞാനും ദേവുട്ടനൊക്കെ കൂടി കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്നു. ഞങ്ങളൊരു ആപ്പിളൊക്കെ മുറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. നമുക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു. മുറ്റടിക്കണമായിരുന്നു. പിന്നെ വീടിനകത്ത് ഞാൻ രാവിലെ ക്ലീൻ ചെയ്യണം വിചാരിച്ചിട്ട്. പക്ഷേ എൻ്റെ മൂഡ് തീരെ ശരിയല്ലാത്തതുകൊണ്ട് വൈകുന്നേരത്തേക്കാക്കി. വൈകുന്നേരം നല്ല എനർജി വന്നു കേട്ടോ. എനിക്കൊന്ന് ഉറങ്ങി എണീറ്റതിന് ശേഷം. പിന്നെ രാത്രി ഇന്ന് സ്പെഷ്യലായിട്ട് വെജിറ്റബിൾ പറാത്തയാണ്. അപ്പോൾ അതിൻ്റെ ഡോ പ്രിപ്പയർ ചെയ്ത് വെച്ചു. എനിക്ക് നല്ല രീതിയിൽ അതിനിടയിൽ വെച്ചിട്ടപ്പോൾ അഗെയിൻ ഇഡ്ഡലി കഴിച്ചു. എന്നിട്ടൊരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും ഫ്രഷായി വിളക്ക് വെച്ചു. കുറച്ച് നേരം ഇരുന്ന് നാമം ചൊല്ലി. പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് വെജിറ്റബിൾ പറാത്ത ഉണ്ടാക്കുന്നതിൻ്റെ റീസൺ ചേട്ടൻ വരുന്നുണ്ട് കേട്ടോ. ഡിന്നറിന് അമ്മ ഉണ്ടാവില്ല, അമ്മ ഓൾറെഡി കഴിച്ചിട്ടാണ് വരിക. ഞങ്ങൾക്കുള്ള പറാത്ത ആൻഡ് പനീർ കറിയാണ് കേട്ടോ സ്പെഷ്യലായിട്ട്. ഇത് ഓൾറെഡി ഞാൻ ഉണ്ടാക്കി നോക്കി സക്സസ്ഫുൾ ആയതാണ് കേട്ടോ. എനിക്ക് അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പനീർ കറിയുടെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി കേട്ടോ. അപ്പോഴേക്കും ചേട്ടൻ വന്നു. പനീർ കറിയുടെ ഫോട്ടോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണേ. സോ ദാറ്റ്സ്